Hello guys, this is Shanu Stocks again. Zomato, Swiggy, Meesho, Myntra, Blinkin അങ്ങനെ കുറച്ച് ആപ്സുകളിൽ നിന്ന് നമുക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ പേ ലേറ്റർ ഓപ്ഷൻ കിട്ടും എന്ന് നമ്മൾ വിശ്വസിക്കുകയോ എന്നാൽ കിട്ടും. ഫ്ലിപ്കാർട്ടിലും ആമസോണിലും പണ്ട് പേ ലേറ്റർ ഓപ്ഷൻ ഉണ്ടായിരുന്നു, പക്ഷെ അവന്മാർ പിന്നെ അത് എടുത്തു മാറ്റി കളഞ്ഞു. പക്ഷേ സ്വിഗ്ഗിയിലും സൊമാറ്റോയിലും നമുക്ക് എങ്ങനെ പേ ലേറ്റർ ഓപ്ഷൻ വഴി ഫുഡും കാര്യങ്ങളും പർച്ചേസ് ചെയ്യാന്നുള്ളതല്ലേ കാണിച്ചു തരാം. അതിന് ഫസ്റ്റ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യേണ്ടത് ഈ ആപ്പാണ്, സിമ്പിൾ പേ. ബാക്കി ഇതിന്റെ വീഡിയോ ഞാൻ ഇത് ഒരു അറൗണ്ട് ഒരു 3 months ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. വിത്ത് പ്രൂഫ് ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. സോ സ്ക്രീൻ റെക്കോർഡ് കാണിച്ചു തരാം. ഒരു വോയിസ് ഓവർ വീഡിയോ ആയിരിക്കും ഇത്. സോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഡെഫിനറ്റ്ലി കണ്ടിന്യൂസ്ലി സൊമാറ്റോ, സ്വിഗ്ഗി എന്നൊക്കെ പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ബട്ട് ആധാർ കാർഡും പാൻ കാർഡും മസ്റ്റ് ആയിട്ടും വേണം, ഇല്ലാതെ പേ ലേറ്റർ ഓപ്ഷൻ കിട്ടത്തില്ല. പിന്നെ ഇതിൽ കൂടെ ഈ ആപ്പിൽ കൂടെ തന്നെ നമുക്ക് എങ്ങനെയാ പേ ഇൻ 3 ഓപ്ഷൻസും ഉണ്ട്. അതായത് നമ്മളിപ്പോൾ പർച്ചേസ് ചെയ്യാൻ പോകുന്ന ഒരു പ്രോഡക്റ്റ് അത് ടോട്ടൽ എമൗണ്ട് എത്രയാണോ അതിന്റെ 1/3 പാർട്ട് ആദ്യം നമ്മൾ അടയ്ക്കുക, പിന്നെ 2 മാസം കൊണ്ട് അത് പേ ചെയ്യുക. സോ പേ ഇൻ 3 ഓപ്ഷനും ഉണ്ട്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പ്രൂഫ് എല്ലാം കൂടെ കാണിച്ചു തരാം. ഒരു വോയിസ് ഓവർ വീഡിയോ ആയിരിക്കും. സോ സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോ കണ്ട ശേഷം ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് മിസ്റ്റർ ഷാനു സ്റ്റോക്സ്. അപ്പോൾ സിമ്പിൾ പേയിൽ നമ്മൾ കയറുമ്പോൾ ഫസ്റ്റ് നമ്മളെ നമ്പറും കാര്യങ്ങളും എല്ലാം അടിക്കണം. ഫോൺ നമ്പർ കാര്യങ്ങൾ അടിച്ചിട്ട് അത് വെരിഫിക്കേഷൻ വരും. വെരിഫിക്കേഷൻ മെസ്സേജ് വഴിയും വരും, കോഡ് വഴിയും വരും, വാട്സപ്പ് വഴിയൊക്കെ വരും. അത് നമുക്ക് പല ടൈപ്പിലായിരിക്കും വരുന്നത്. അപ്പോൾ നമ്മൾ സിമ്പിൾ പേയിൽ കയറുമ്പോൾ ഇങ്ങനത്തെ ഒരു ഇന്റർഫേസ് ആണ് കാണിക്കുന്നത്. എനിക്കിപ്പോൾ നിലവിലത്തെ എൻ്റെ അവൈലബിൾ ലിമിറ്റ് 1500 rupees ആണ് കാണിക്കുന്നത്. ഈ ലിമിറ്റിന്റെ കേസ് വഴിയെ പറഞ്ഞുതരാം. ഇപ്പോൾ ഇതിൽ കാണിക്കുന്നത് അബൌട്ട് സിമ്പിൾ പേ, അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിന്റെ പേ ഇൻ 3 ഓപ്ഷൻസ്, എന്തൊക്കെ അടയ്ക്കാം, പോസ്റ്റ് പെയ്ഡ്, പ്രീപെയ്ഡ്, ഇലക്ട്രിക് ബില്ല്, ഫാസ്റ്റ് സിലിണ്ടർ, അങ്ങനെ പിന്നെ സൊമാറ്റോ, സ്വിഗ്ഗി, ബ്ലിങ്കിറ്റ്, ഫുഡ്, ഡൈനിങ്, ഗ്രോസറി, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ കാണിക്കുന്നുണ്ട്. അപ്പൊ ഇതിൽ ഒരുപാട് ഐറ്റംസിൽ നിന്ന് നമുക്ക് പേ ലേറ്റർ ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഒരുപാട് വെബ്സൈറ്റിൽ നിന്ന് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. ബാക്കി വൗച്ചേഴ്സ് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. ജിയോ, ഊബർ, ബുക്ക് മൈ ഷോ, ഗോബിബോ, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബിൽ ബോക്സ് കാണിച്ചുതരാം. ഈ ബിൽ ബോക്സ് എന്ന് പറയുമ്പോൾ ഞാൻ പർച്ചേസ് ചെയ്ത സാധനങ്ങളാണ്. ഇതെല്ലാം പേ ലേറ്റർ വഴി പർച്ചേസ് ചെയ്ത സാധനങ്ങളാണ്. അതിൽ ഞാൻ അടച്ചതെന്ന് കാണിക്കുന്നത്, അതിൽ ഫെയിൽഡ് എന്ന് കാണിക്കുന്നത് ഞാൻ ബില്ല് ജനറേറ്റ് ആവുന്നതിന് മുമ്പ് അടച്ച സാധനമാണ്. അത് തന്നെ ഇവിടെ നമ്മുടെ ബിൽ ബോക്സിൽ തന്നെ നമുക്ക് ഏതൊക്കെ ബില്ലുകൾ അടയ്ക്കാം, പോസ്റ്റ് പെയ്ഡ്, പ്രീപെയ്ഡ്, ഇലക്ട്രിസിറ്റി, ഫാസ്ടാഗ്, സിലിണ്ടർ ഗ്യാസ്, ബ്രോഡ്ബാൻഡ്, DTH, പൈപ്പ് ഗ്യാസ്, അങ്ങനെ ഒട്ടുമിക്ക എല്ലാവിധ ബില്ലുകൾ നമുക്ക് സിമ്പിൾ പേ വഴി അടയ്ക്കാൻ പറ്റും. മൊബൈൽ റീചാർജ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പ്രൊഫൈലൊക്കെ ഇവിടെയാണ്, മോറിലാണ് വരുന്നത്. ബിൽ ജനറേഷൻ ഡേറ്റിനെ കുറിച്ചുള്ള ഡൗട്ടും കാര്യങ്ങളൊക്കെ നോക്കുന്ന മോർ ഓപ്ഷനിലാണ്. അത് കഴിഞ്ഞ് പേ ഇൻ 3 ഓപ്ഷൻസ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ഏതെങ്കിലും നമുക്ക് ആഗ്രഹമുള്ള ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ പോകുമ്പോൾ നമുക്കത് 1/3 പാർട്ടില് എമൗണ്ട് നമ്മൾ ഫസ്റ്റ് ഡൗൺ പേയ്മെന്റ് പോലെ അടച്ചിട്ട് ബാക്കി എമൗണ്ട് ഒരു EMI പോലെ കൺവേർട്ട് ചെയ്ത് 2 മാസം കൊണ്ട് നമുക്ക് അടയ്ക്കാൻ പറ്റും. അതാണ് പേ ഇൻ 3 ഓപ്ഷൻ. പിന്നെ ലിമിറ്റ്, അവൈലബിൾ ലിമിറ്റ് എന്ന് പറയുമ്പോൾ എനിക്കിപ്പോൾ നിലവിൽ 1500 ആണ്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിന്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തതിന് ശേഷം 1 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് അവർ ഓട്ടോമാറ്റിക്കലി തരുന്ന ലിമിറ്റ് ആണ്. നമുക്ക് എടുത്ത ഉടനെ തന്നെ അർജന്റായിട്ട് ലിമിറ്റ്, അവര് അവൈലബിൾ ലിമിറ്റ് പേ ലേറ്റർ ഓപ്ഷൻ വേണമെന്നുണ്ടെങ്കിൽ തുടക്കം അവർ ഒരു ഓഫർ തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1000, 3000, 5000 ഈ ലിമിറ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന അനുസരിച്ച് 25,000 വരെ കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ ഈ 1000, 3000, 5000 എന്ന് പറഞ്ഞ എമൗണ്ട് നമ്മൾ അത് കൊടുക്കുമ്പോൾ നമുക്ക് എത്ര എമൗണ്ട് വരെയാണോ പേ ലേറ്ററിന്റെ ആവശ്യം അത് നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ അവരെ ആ എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിൽ ഫ്രീസ് ചെയ്ത് വെക്കും 3 മാസത്തേക്ക്. എടുക്കൂല, ഫ്രീസ് ചെയ്ത് വെക്കും 3 മാസത്തേക്ക്. അപ്പൊ നമ്മൾ ഇൻ കേസ് ഏതെങ്കിലും ഒരു പർച്ചേസ് ചെയ്തിട്ട് നമ്മളെ ബില്ല് ജനറേറ്റ് ആയിട്ട് ഡ്യൂ ഡേറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ഡിലേ ആവുന്നുണ്ടെങ്കിൽ അവർ ആ എമൗണ്ടിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി പിടിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തതിന് ശേഷം 1 മാസം ആപ്പ് ചുമ്മാ ഇട്ടേക്ക് ഒരു 10-15 ദിവസമൊക്കെ കഴിയുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി അവർ നമുക്ക് ലിമിറ്റ് തന്നോളും. അത് കഴിഞ്ഞിട്ട് ഉള്ള സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉള്ള ഓപ്ഷൻ ഞാൻ ഇപ്പോൾ വേണമെന്ന് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. മീഷോയിൽ നിന്ന് ഒരു ഓർഡർ പർച്ചേസ് ചെയ്ത് കാണിച്ചു തരാം. മീഷോ ഓക്കെ. അപ്പൊ മീഷോയിലോട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഓൾറെഡി നമ്മുടെ ലോഗിൻ ആയിട്ടുള്ള മീഷോ അക്കൗണ്ടിലോട്ട് തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഇതിലെങ്ങനെയാണ് നമ്മൾ സിമ്പിൾ പേ വഴി പേ ലേറ്റർ ഓപ്ഷൻ ഉപയോഗിച്ച് ഓർഡർ പർച്ചേസ് ചെയ്യുന്നതിനുള്ള ഒരു എക്സാമ്പിൾ ആണ് ഈ കാണിക്കാൻ പോകുന്നത്.
അപ്പോൾ ഒരു ടീഷർട്ട് എക്സാമ്പിൾ കാണിച്ചു തരാം. ഞാൻ ഓർഡർ ചെയ്യുന്നില്ല, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. ഒരു ടീഷർട്ട് നോക്കി വെക്കാം. അപ്പോൾ ടീഷർട്ട് ഇത് നോക്കാം. ഇതിപ്പോ ഞാൻ ക്ലിക്ക് ചെയ്തു. അത് തന്നെ ഞാൻ ഇത് ഡയറക്റ്റ് വാങ്ങിക്കല് കൊടുക്കല് ആഡ് ടു കാർട്ട് കൊടുക്കാവൂ. വഴി എഴുതി ആഡ് ടു കാർട്ട് കൊടുക്കണം ആദ്യം. എന്നിട്ട് നമ്മൾ ഡയറക്റ്റ് കാർട്ടിലോട്ട് പോകണം. കാർട്ടിലോട്ട് പോയ ശേഷം നമ്മൾ കണ്ടിന്യൂ കൊടുക്കണം. അപ്പൊ നമ്മൾ ഓൾറെഡി കണ്ടിന്യൂ കൊടുക്കുന്നു. കണ്ടിന്യൂ കൊടുത്തതിന് ശേഷം നമ്മൾ റിവ്യൂ വന്നിട്ട് വീണ്ടും കണ്ടിന്യൂ കൊടുക്കുന്നു. അപ്പോൾ പേയ്മെന്റ് ഓപ്ഷനിലോട്ട് വരും. നമ്മൾ ലാസ്റ്റ് ഓപ്ഷനിൽ വരുമ്പോൾ നമ്മൾ ഓൺലൈൻ പേയ്മെന്റ് ക്ലിക്ക് ചെയ്യണം. ഓൺലൈൻ പേയ്മെന്റ് ക്ലിക്ക് ചെയ്തിട്ട് താഴോട്ട് പോകുമ്പോൾ പേ ലേറ്റർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ സിമ്പിൾ പേയുടെ ഒരു സാധനം വന്ന് കിടപ്പുണ്ട്. അപ്പൊ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി എത്രയാണോ ആ പ്രോഡക്റ്റിന്റെ എമൗണ്ട് അത് ആയി നമ്മൾ വീണ്ടും വാങ്ങിക്കാനുള്ള ഓപ്ഷനിൽ കണ്ടിന്യൂ ഓപ്ഷനിൽ കൊടുത്ത് ബൈ നൗ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ എമൗണ്ട് സിമ്പിൾ പേ നിന്ന് റിഡക്റ്റ് ആവും. നമ്മുടെ സേവ്ഡ് അഡ്രസ്സിലോട്ട് തനിയെ ആ പ്രോഡക്റ്റ് ഡെലിവർ ആയിക്കോളും. എന്നാണോ ബില്ല് ജനറേറ്റ് ആവുന്നത് അന്ന് അത് അടച്ചു കൊടുക്കുക. സോ വീഡിയോ നിങ്ങൾക്ക് ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇത് ഉപകാരപ്രദമാകുമെന്നും വിശ്വസിക്കുന്നു. സോ സൈനിങ് ഓഫ് ഷാനു സ്റ്റോക്സ് ഫ്രം ഷാനു സ്റ്റോക്സ്. സോ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഓക്കെ, ഫോളോ മൈ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട്. ദാറ്റ്സ് ഓൾസോ ഷാനു ടോക്സ്.